ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻസർ എവിടെയാണ് ഉള്ളത് എന്നനുസരിച്ച് ഇതിന്റെ ഒരു ലക്ഷണങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നനാളവും ആമാശയവും തമ്മിൽ ബന്ധിക്കുന്ന ആ ഒരു ജംഗ്ഷനിലാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കാനായിട്ടായിരിക്കും ബുദ്ധിമുട്ട്. തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറക്കുമ്പോൾ വേദന വരിക, അല്ലെങ്കിൽ തിരിച്ച് ഭക്ഷണം കയറി വരുന്നത് പോലെയുള്ള ഒരു തോന്നൽ വരിക ഒക്കെ തോന്നാം. വയറിനുള്ളിലാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും തന്നെ വയറ് നിറഞ്ഞതുപോലെയുള്ള ഒരു എഫക്റ്റ് വരിക. അതുകൂടാതെ പിന്നെ നമ്മളുടെ താഴേക്ക് ഒരു ചെറുകുടലിന്റെ ഭാഗത്തൊക്കെയാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വരുന്നതായിരിക്കും മെയിനായിട്ടും ഉണ്ടാവുന്ന പ്രശ്നം. അപ്പൊ നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ കഴിച്ച ഭക്ഷണം ഒട്ടും ദഹിക്കാതെ പുറത്തേക്ക് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ക്യാൻസറിന്റെ ലക്ഷണമാകാം. പിന്നെ നമ്മൾ പുളിച്ചത് കെട്ടല്, എപ്പോഴും ഇങ്ങനെ പുളിച്ചത് കെട്ടല്, ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും ഒരു വ്യത്യാസം വരുന്നില്ല, നമ്മൾ ഡയറ്റ് മാറ്റിയിട്ടും ഒന്നും ഒരു ഫലവും കാണുന്നില്ല എന്നുണ്ടെങ്കിലും അതും ഒരു സംശയം, ക്യാൻസറിലേക്ക് സംശയം കൊണ്ടെത്തിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ നമ്മളുടെ വെയിറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു, വിളർച്ച വരുന്നു, ഇതെല്ലാം ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം. പിന്നെ ബ്ലീഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം. രക്തം ഛർദ്ദിച്ചു പോകാം. അപ്പൊ ഈ ഒരു അൾസർ പോലെയുള്ള ഈ ഒരു ട്യൂമറിലൊക്കെ അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് ബ്ലഡ് വയറ്റിലെത്തി ആ ഒരു ബ്ലഡ് ഛർദ്ദിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ ബ്ലഡ് ദഹിച്ചിട്ട് നമ്മൾ മലത്തോടൊപ്പം മലവുമായിട്ട് മിക്സ് ചെയ്ത് മലം ടാർ കളറിൽ പോകുന്നത് അങ്ങനെയും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റൊമക് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇപ്പൊ 1-2 ദിവസം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒട്ടും പാനിക്കാവേണ്ട കാര്യമില്ല. വളരെ നാളായിട്ടും പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഈ ഒരു ലക്ഷണങ്ങളൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഒരു വിദഗ്ധനെ കണ്ട് ഒരു അഭിപ്രായം കൂടി, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് എൻഡോസ്കോപ്പിയാണ് ചെയ്യേണ്ടത്. അപ്പൊ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ക്യാമറ മൗത്തിൽ കൂടി വയറ്റിലേക്ക് കടത്തുക എന്നുള്ളതാണ്, കടത്തി വിട്ട് നോക്കുക. എന്തെങ്കിലും ട്യൂമർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സെല്ല് കളക്ട് ചെയ്ത് അത് ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വളർച്ച ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഗ്രോത്ത് എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് CT ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്.